ഞാൻ പരീക്ഷ എഴുതാനായി ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ അവിടെ നല്ല തണുപ്പൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോണത്. ഇവിടുന്ന് തൃശ്ശൂർക്ക് നമ്മൾ ഓട്ടോയിൽ പോകും. ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷൻ വിട്ട ശേഷം അപ്പച്ചനമ്മ തിരിച്ചു വരും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവൾക്ക് പുതിയൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി. അവളതിനെ കുറച്ച് നേരം എടുക്കുകയൊക്കെ ചെയ്തു. അത് നമ്മുടെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി. ജാനമോളുടെ രണ്ടാമത്തെ ട്രെയിൻ യാത്രയാണ്. ഈ ഒരു 7 മാസത്തിനിടയ്ക്ക് അവൾ കയറാത്ത വണ്ടികളില്ല. ഇനി വിമാനത്തിൽ മാത്രമേ കയറത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരം വെളുത്തപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. പക്ഷെ ഞങ്ങൾ ഒരു മലയാളി ചേട്ടൻ തന്നെയാണ് കിട്ടിയത്. ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ തൗഫിക്കും മിങ്കും എല്ലാവരും കിടന്നുറങ്ങാൻ തോന്നണു. ഇനി നമുക്ക് മണ്ടേ പോയി അവരെ വിളിച്ചേൽപ്പിക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി കോളേജിലേക്ക് വന്നു. ഹോസ്റ്റലിൽ ചെന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവിടെയുണ്ട്. പിന്നെ എല്ലാവരും കുട്ടീനെ എടുക്കലായി, ഫോട്ടോ എടുക്കലായി, അങ്ങനെ സമയം പോയി. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കണ്ടേന്ന് വിചാരിച്ച് ഉള്ളാലിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ഉള്ളാൽ. ഉള്ളാലിൽ പോയി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പോയി. പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് വന്നു. ഇനിയും 10 ദിവസം കൂടിയുണ്ട് പരീക്ഷയ്ക്ക്. അങ്ങനെ അവൾ വീണ്ടും അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇതാണ് കാഴ്ച ഇരുട്ടത്ത് രാത്രിയിൽ. നേരം വെളുത്ത് വീണ്ടും നമ്മൾ ടെറസിൽ വന്നു. തുണി വെച്ചിടാനായിട്ട് വന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. മമ്മി അവൾക്ക് ഓറഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിപ്പെണ്ണൊക്കെ വന്നു. അവളിതാ കുഞ്ഞിപ്പെണ്ണൊക്കെ കൂടെ കളിച്ച് കിടക്കുന്നുണ്ട്. വലിയ വഴക്കൊന്നുമില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ രാവിലെ എത്തിയപ്പോൾ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് കിട്ടിയത്. അവൾ ഉറക്കമായിരുന്നു. അവൾ ഉറങ്ങിയേറ്റപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ചിരിയാണ്. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗങ്ങളാണിത്. എവിടെയായാലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവൾക്ക് എന്നെ ഒന്ന് കാണണം. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ വലിയ വഴക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ പതുക്കെ കുറച്ച് സമയം എടുക്കേറ്റ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മി അത് വാങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്ത് കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്ന് കുത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാത്രിയിൽ ഫുഡ് തൗഫിക്കും മിങ്കുവും പിന്നെ പിള്ളേരെല്ലാവരും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫും പിന്നെ കരൾ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അത് പരീക്ഷയുടെ ദിവസം പരീക്ഷയ്ക്കായിട്ട് പോവുകയാണ്. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പരീക്ഷ. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിലെത്തി. പിന്നെ എക്സാം കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇത്രയും നേരം അവളെന്നെ മാറിയിരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അവൾ മമ്മി ഉള്ളതുകൊണ്ട് പിന്നെ എത്ര കുഴപ്പമില്ല. കണ്ടപ്പോൾ സന്തോഷമായി. എന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ 2 എക്സാമാണ് എനിക്കുണ്ടായിരുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ എക്സാമിൻ്റെ അന്ന് രാത്രി തന്നെ നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ കയറാണ്. കാരണം നാളെ അനിയൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അനിയനെ കൊണ്ടുവരാനായിട്ട് പോണ വീഡിയോ ആണ്. അതായത് ഞാൻ പിന്നെ വേറൊരു വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് ഞാനും അനിയനുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർക്ക്. ഞാൻ അവനായിട്ട് MG റോഡിൽ പോയി. അപ്പോൾ MG റോഡാണിത്. ബാംഗ്ലൂരുള്ള എല്ലാവർക്കും തന്നെ ഇവിടെ അറിയാമായിരിക്കും. അങ്ങനെ വീണ്ടും ഒരു രാത്രി നമ്മൾ ബാംഗ്ലൂരിൽ. അത് ഞങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ഇനി ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എക്സാമിന് വേണ്ടി പോയി. അതും മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഇന്ന് ജിനു വീട്ടിലേക്ക് പോയി. ജിൻഡു ആണുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് എക്സാം ഉണ്ട്. അങ്ങനെ ഞങ്ങളത് എക്സാമിനായിട്ട് പോയി. എക്സാമൊക്കെ കഴിയാറായപ്പോഴേക്കും ജിൻഡു കുട്ടീനായിട്ട് എക്സാം സെൻറ്ററിലേക്ക് വന്നു. കാരണം അവൾ ഉച്ചയായപ്പോഴേക്കും ഇച്ചിരി കരച്ചിലൊക്കെ ആയി. ഇത്രയും ലോങ് ടൈം ആദ്യമായിട്ടാണ്. പരീക്ഷ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് സമയം ഇപ്പോൾ ഓൾറെഡി 6 മണിയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തുനിന്നാണ് നമുക്ക് ട്രെയിന്. അപ്പോൾ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലെത്തി.